നെക്സ്റ്റ് നമുക്ക് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് കടന്നു നോക്കാം. മാത്തമാറ്റിക്സും ഫിസിക്സും വളരെ നല്ല അടുത്ത ബന്ധമാണുള്ളത്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിന് മറ്റ് സയൻസ് സബ്ജക്റ്റുമായിട്ട് നല്ല കോറിലേഷൻ ഉണ്ട്. മാത്തമാറ്റിക്സ് നല്ല പഠിക്കുന്ന ഒരാൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെയുള്ള സയൻസ് സബ്ജക്റ്റുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാനും അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മാത്സ് പഠിക്കണം. സയൻസ് പഠിക്കണമെങ്കിൽ മാത്സ് അത്യാവശ്യമാണ്. അക്കോർഡിംഗ് ടു ബേക്കൺ, മാത്തമാറ്റിക്സ് ഈസ് ദി ഗേറ്റ് വേ ആൻഡ് കീ ടു ഓൾ സയൻസസ്. ബേക്കൻ്റെ അഭിപ്രായത്തിൽ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞത് മറ്റെല്ലാ ശാസ്ത്രശാഖയിലേക്കുമുള്ള താക്കോലും കവാടവുമാണ്. അതുകൊണ്ട് നമ്മൾ ഫിസിക്സ് നന്നായിട്ട് പഠിച്ചിരിക്കണം. നമ്മളെ പ്രശ്നത്തിലേക്ക് നമുക്ക് കടക്കാം. മുകളിൽ നിന്ന് ഒരു വസ്തു താഴോട്ട് വീഴാണ്. എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി സീക്വൻസ് ഓഫ് ടൈം. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദി സീക്വൻസ് ഓഫ് സ്പീഡ്. സി ക്വസ്റ്റ്യൻ, റൈറ്റ് ദി സീക്വൻസ് ഓഫ് ഡിസ്റ്റൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളങ്ങനെ പരിഹരിക്കുന്നു നോക്കാം. ഇത് പരിഹരിക്കുന്നതിന് നമുക്ക് ഫിസിക്സിലുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മുകളിൽ നിന്നൊരു വസ്തു താഴോട്ട് വീഴുമ്പോൾ ഓരോ സെക്കൻഡിലും ആ വസ്തുവിൻ്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. താഴെ നിന്നൊരു വസ്തു മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് കുറയാണ് ചെയ്യുക. അതൊക്കെ നമുക്ക് ഒബ്സർവേഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്പീഡും അതുപോലെ തന്നെ ഡിസ്റ്റൻസും, വസ്തു ഓരോ സെക്കൻഡിലും പിന്നിടുന്ന ഡിസ്റ്റൻസും വസ്തുവിൻ്റെ സ്പീഡുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള ന്യൂട്ടൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഉണ്ട്. അതുപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റും. ന്യൂട്ടൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. V is equal to U plus AT. S is equal to UT plus half AT square. അതുപോലെ തന്നെ V square is equal to U square plus 2AS. ഇതിൽ ഓരോന്നും എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കും. യു എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി, സ്റ്റാർട്ടിങ്ങിലുള്ള വെലോസിറ്റിയാണ് ഇനിഷ്യൽ വെലോസിറ്റി. ഇത് ഫൈനൽ വെലോസിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതാണ് എ കൊടുത്തിട്ടുള്ളത്. ടി ടൈം. ഇതിൽ എസ് എന്ന് പറഞ്ഞിട്ടുള്ളത് വസ്തുവിൻ്റെ സ്ഥാനാന്തരണമാണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ രണ്ട് ഫോർമുല മാത്രം നോക്കിയാൽ മതി. അതിൽ മുകളിൽ നിന്നൊരു വസ്തു താഴോട്ട് വീഴുമ്പോൾ തുടക്കം മുതൽ ലാസ്റ്റ് വരെ അതിൻ്റെ യു, ഇനിഷ്യൽ വെലോസിറ്റി, തുടക്കത്തിലുള്ള വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിൽ നമുക്ക് യു 0 കൊടുത്തു കഴിഞ്ഞാൽ ഫോർമുല ചേഞ്ച് ആവും. വി ഈസ് ഈക്വൽ ടു AT എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു, മുകളിൽ നിന്നൊരു വസ്തു താഴോട്ട് വീഴുകയാണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് പോസിറ്റീവ് ആയിരിക്കും, +9.8 ആയിരിക്കും. അതുകൊണ്ട് ഇത് നമുക്ക് 9.8 × T എന്ന് എഴുതാം. V ഈസ് ഈക്വൽ ടു 9.8. ഇനി രണ്ടാമത്തത് വസ്തുവിൻ്റെ സ്ഥാനമാറ്റം എസ് ആണ് കാണേണ്ടത്. എത്ര ദൂരം ഓരോ സെക്കൻഡിലും വസ്തു സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. എസ് ഈസ് ഈക്വൽ ടു UT plus half AT square ആണ്. ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു ടൈമിൽ എടുക്കുകയാണെങ്കിലും ഇനിഷ്യൽ വെലോസിറ്റി പറഞ്ഞാൽ തുടക്കത്തിലുള്ള വെലോസിറ്റിയാണ്, അതിൽ മാറ്റം ഉണ്ടാവില്ല. അത് 0 ആയിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ വസ്തുവിന് സ്പീഡ് ഇല്ലല്ലോ, അതുകൊണ്ട് അത് 0 ആയിരിക്കും. 0 × T. ഈ ടൈം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക half AT square എന്നായിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ×
9.8 ഇൻറ്റു ടി സ്ക്വയർ. 9.8 2 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4.9 ടി സ്ക്വയർ ആയിരിക്കും. എസ് ഈസ് ഈക്വൽ ടു 4.9 ടി സ്ക്വയർ. ഈ രണ്ട് ഫോർമുലകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രോബ്ലം സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് 3 ക്വസ്റ്റ്യനാണ്. എ ക്വസ്റ്റ്യൻ ടൈമിൻ്റെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ സെക്കൻഡിലാണല്ലോ വസ്തുവിൻ്റെ സ്ഥാനമാറ്റവും സ്പീഡും നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പോൾ ടൈം നമ്മൾ സാധാരണ സെക്കൻഡിലാണ് എടുക്കാറുള്ളത്. അപ്പോൾ 1-ാമത്തെ സെക്കൻഡ്, 2-ാമത്തെ സെക്കൻഡ്, 3-ാമത്തെ സെക്കൻഡ് എക്സെട്ര. ഇതാണ് ടൈമിൻ്റെ സീക്വൻസ്. ബി ക്വസ്റ്റ്യൻ സ്പീഡിൻ്റെ സീക്വൻസ് ആണ് കാണേണ്ടത്. സ്പീഡ് കാണാനുള്ള ഫോർമുലയാണ് തൊട്ട് മുമ്പ് നമ്മൾ എഴുതി വെച്ചത്. v ഈസ് ഈക്വൽ ടു 9.8 t. ആ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് v കാണാൻ പറ്റും. 1-ാമത്തെ സെക്കൻഡിലുള്ള സ്പീഡ് 1 ഇൻറ്റു 9.8 9.8. 2-ാമത്തെ സെക്കൻഡിലുള്ള സ്പീഡ് 2 ഇൻറ്റു 9.8 19.6. 3rd സെക്കൻഡിലുള്ള സ്പീഡ് 3 ഇൻറ്റു 9.29.4 എക്സെട്ര. ഇതാണ് സ്പീഡിൻ്റെ സീക്വൻസ്. സി ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസിൻ്റെ സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എസ് ഈസ് ഈക്വൽ ടു 4.9 ടി സ്ക്വയർ. 1-ാമത്തെ സെക്കൻഡിലുള്ള ഡിസ്റ്റൻസ് 1ന്റെ സ്ക്വയർ ഇൻറ്റു 4.9. ടി 2 ആവുമ്പോഴുള്ള ഡിസ്റ്റൻസ് 2 സ്ക്വയർ ഇൻറ്റു 4.9 4 ഇൻറ്റു 4.9 വരും. Nine into 4 36 ബാക്കി 3 4 into 4 16 plus 3 90 19.6. 3rd സെക്കൻഡിലുള്ള ഡിസ്റ്റൻസ് 3 സ്ക്വയർ ഇൻറ്റു 4.9 വരും. 9 ഇൻറ്റു 4.9 4.9 ഇൻറ്റു 9 ചെയ്ത് കഴിഞ്ഞാൽ 81 ബാക്കി 8 36ഉം 44.1. ഈ രീതിയിലാണ് നമ്മുടെ സീക്വൻസ് മുന്നോട്ട് പോകുന്നത്. ഈ 3 സീക്വൻസിന് ഒരു പ്രത്യേക നിയമമുണ്ട്. 1 2 3 എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ നിയമം സിമ്പിളാണ്. 1 തുടങ്ങി 1 ആഡ് ചെയ്ത് പോകണം. 2-ാമത്തെ സീക്വൻസിൻ്റെ പ്രത്യേകത അത് 9.8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 3-ാമത്തെ സീക്വൻസിൻ്റെ പ്രത്യേകത ടൈം സ്ക്വയർ ഇൻറ്റു 4.9 ആയിരിക്കും. ടൈം സ്ക്വയർ ഇൻറ്റു 4.9 എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് 3-ാമത്തെ സീക്വൻസ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഫിസിക്സുമായിട്ട് നമ്മുടെ സീക്വൻസിനുള്ള ബന്ധം മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, താങ്ക്സ്.